നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. വാദം പ്രതിവാദത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട റിസൾട്ടിൻ്റെ ഭാഗം പുറത്തു വന്നിരിക്കുന്നു. അഭിപ്രായ സർവേകൾ 7 ഘട്ടം പൂർത്തിയായപ്പോൾ രാജ്യത്തെ പ്രധാനപ്പെട്ട ഏജൻസികൾ, മാധ്യമങ്ങളൊക്കെ നടത്തിയ എക്സിറ്റ് പോളെല്ലാം പുറത്തു വന്നിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജേഷ് ജി, ഇത് പൂർണ്ണമായും ഒരു മോദി തരംഗം രാജ്യത്തുണ്ട് എന്നുള്ളത് ഉറപ്പിച്ച് പറയുന്നു. ഒരു വൺ സൈഡ് ഇലക്ഷൻ ആയിരുന്നു കഴിഞ്ഞത്. ഒരൊറ്റ എന്താ പറയുക, എക്സിറ്റ് പോളിൽ പോലും ഒരു നേരിയ പ്രതീക്ഷ പോലും ഇന്ത്യ സഖ്യത്തിനില്ല. 351 സീറ്റിന്റെ ഭൂരിപക്ഷം ആക്സിസ് മൈ ഇന്ത്യ പറയുന്നു. ഓരോരുത്തരുടെയും കണക്കുകൾ പുറത്തു വരുന്നു. ഏറ്റവും പ്രധാനം, ഇന്ത്യ മുന്നണി സഖ്യം 200 സീറ്റ് കടക്കില്ല. ഇതിനേക്കാളൊക്കെ ഞാൻ പറയുന്നത് ഞെട്ടിപ്പിക്കുന്നത് കേരളത്തിലെ റിസൾട്ട്. ABP ന്യൂസ് പറയുന്നത് 1 മുതൽ 3 സീറ്റുകൾ വരെ. ടൈംസ് നൗ പറയുന്നത് കേരളത്തിൽ BJP 1 സീറ്റ് ജയിച്ചിരിക്കും, തൃശ്ശൂരാണ്. ടൈംസ് നൗ മാത്രമാണ് ഏത് മണ്ഡലം ജയിക്കുമെന്ന് പറയുന്നത്. ഇന്ത്യ TV പറഞ്ഞിരിക്കുന്നത് 3 സീറ്റ് വരെ ജയിക്കാം. ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ പറഞ്ഞത് 2 സീറ്റ് മുതൽ 3 സീറ്റ് ജയിക്കാം. 2 സീറ്റ് ജയിച്ചിരിക്കും. 2 മുതൽ 3 സീറ്റ് ജയിക്കും. ഒരു പ്രത്യേകത ഉണ്ട് ഇത്തവണ. സാധാരണ രീതിയിലെല്ലാം ഇവിടെ പറയുമ്പോൾ 0 മുതൽ 1 വരെ അല്ലെങ്കിൽ 0 മുതൽ 3 വരെ ഈ രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇത്തവണ നോക്കൂ, 0 ഇല്ല. 1 മുതൽ 3 വരെ, 1 മുതൽ 2 മുതൽ 3 വരെ അക്കൗണ്ട് തുറക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത്, നരേന്ദ്രമോദിയുടെ ഒരു ഫോക്കസ് 8 തവണ ഒരു കേരളം പോലൊരു സംസ്ഥാനത്ത് വന്ന് നടത്തിയ പ്രചരണ പരിപാടി, കേരളത്തിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രചരണ പരിപാടികൾ, ഈ കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിനെ പോലും അമ്പരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര കമ്മിറ്റി എടുത്തിട്ടുള്ള ഒരു ഇടപെടൽ, ഇതൊക്കെ തന്നെ വലിയ രീതിയിൽ കേരളത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവും അല്ലേ? ഇപ്പൊ എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നപ്പം എല്ലാ മാധ്യമവും എല്ലാത്തിലും പറയുന്നത് ഒരു കാര്യമുണ്ട്. അവർ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? 2ാം ഘട്ടം 3ാം ഘട്ടം മുതൽ മോദി തരംഗമില്ല, BJPക്ക് അങ്ങനെ ഒരു പ്രത്യേകമായിട്ട് മുന്നേറ്റമില്ല എന്ന് പറഞ്ഞവർ തിരിച്ചു പറയാൻ തുടങ്ങി. അതൊക്കെ ഉണ്ടായിരുന്നു, നമുക്കറിയാത്തതായിരുന്നു. നമ്മൾ പക്ഷെ പറഞ്ഞിട്ടുണ്ട് പലതവണ. 6ാം ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പലതവണ പറഞ്ഞിട്ടുണ്ട്. രാമക്ഷേത്രം എന്ന് പറയുന്നത് ശാന്തസമുദ്രം പോലെയാണ്. പുറമേ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഓളവോ അലയോ ഒന്നും കാണില്ല, പക്ഷെ അതിന്റെ ആഴം ഭയങ്കരമാണെന്ന് നമ്മൾ പലതവണ പറഞ്ഞാണ്. ഇപ്പോൾ ഒരു ശരാശരി എടുത്തു കഴിഞ്ഞാൽ 350 ആണ്. 350. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനകത്ത് ABP ന്യൂസിന്റെ മാത്രമാണ് മൊത്തത്തിലുള്ള രാജ്യത്തെ മൊത്തത്തിലുള്ള ഒരു കണക്ക് വന്നത്. ഈ ബാക്കിയുള്ള ഇന്ത്യ ടുഡേ ആക്സിസിൻ്റെ ഒക്കെ വരികയാണെങ്കിൽ എനിക്കൊന്ന് 380 പോകും. കാരണം അവർ അതുപോലെയാണ് പ്രവചിക്കുന്നത്. ഏറ്റവും വലിയ രസകരമായ കാര്യം, തമിഴ്നാട്ടിൽ 7 സീറ്റ് വരെ നേടാം. തമിഴ്നാട്ടിൽ അത്ഭുതം ഉണ്ടാക്കും. ആന്ധ്രയിൽ ആന്ധ്രയിൽ ആണ് ഏറ്റവും അത്ഭുതം. കാര്യം നിലവിൽ ആന്ധ്രയിൽ BJPക്ക് കേവലം 2-3% മാത്രമാണ് വോട്ടുള്ളത്. അവിടെ പവൻ കല്യാണിന്റെ പാർട്ടിയും അതേപോലെ തന്നെ TDP ഒക്കെ ആയിട്ട് ചേർന്നുകൊണ്ട് ഭരിച്ചിട്ട് അത് ബഹുഭൂരിപക്ഷം സീറ്റും. ഇതോടെ ഇനി ബംഗാൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി, അവിടുത്തെ അതായത് ഭരണകക്ഷിയായിട്ടുള്ള TMCയെ മറികടന്നുകൊണ്ട് NDA 371 സീറ്റ്. ന്യൂസെക്സിന്റെ സർവേ ഫലം പുറത്തു വരുന്നു 370. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സർവേ ഫലം മാത്രമേ പുറത്തു വന്നുള്ളൂ. ന്യൂസെക്സ് അടക്കമുള്ള സർവേ ഫലം വരുമ്പോൾ NDA മുന്നണി ഒരു 380-390 പോകും. പിന്നെ ഏറ്റവും രസകരമായ കർണാടക തിരിച്ചു പിടിക്കുകയാണ്. 18 മുതൽ 22 സീറ്റുകൾ. നിലവിൽ നമുക്ക് തന്നെ നിലവിൽ BJPക്ക് തന്നെയാണ് ഉള്ളത്. പക്ഷേ അത് വീണ്ടും അവിടെ ശക്തി കാണിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ പുറത്തു വരികയാണ്. ഓരോ എക്സിറ്റ് പോൾ ഫലങ്ങളായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പബ്ലിക് P മാർക്കിൻ്റെ ഫലം പുറത്തു വന്നു. NDA 359, ഇന്ത്യ സഖ്യം 125. ഏറ്റവും രസകരമായ കാര്യം, ഇന്ത്യ സഖ്യം മൊത്തത്തിൽ അവിയൽ പാർട്ടികൾ 25 പാർട്ടികൾ ചേർന്നിട്ടും 200 സീറ്റ് പിടിക്കില്ല എന്നുള്ളതല്ലേ ഉറപ്പിച്ചു. ഞാൻ മുമ്പ് നമ്മൾ ഇതുപോലെ ചർച്ചയ്ക്ക് ഇരുന്നപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം വരും. ഈ കോൺഗ്രസ് എന്ന ഒരു സംഗതി തന്നെ ഒരുപക്ഷെ ഇല്ലാതായി. ഒരിക്കൽ ഈ ആം ആദ്മി പാർട്ടി വന്ന പോലെ ഒരു പുതിയ ഒരു സംഘടന വരാതെ ഇനി നല്ല രീതിയിലുള്ള നല്ലൊരു പ്രതിപക്ഷം ഇവിടെ ഉണ്ടാവും തോന്നുന്നില്ല. കാര്യം ഇതിൻ്റെ റിസൾട്ട് ഈ പറയുന്ന പോലെയാണ് വരുന്നതെങ്കിൽ 4-ാം തീയതിക്ക് ശേഷം ഈ ഇന്ത്യ മുന്നണി അടിച്ചു പിരിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. പല പാർട്ടികളും ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് അതിന്റെ ആവശ്യമില്ല. എന്നാൽ അടിച്ചു പിരിയും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കെജ്രിവാളിന്റെ കാര്യം ഏതാണ്ട് തീരുമാനമായി. ഇപ്പം നാളെ കെജ്രിവാൾ തിരിച്ചു പോവുകയാണ്. ഇവിടെ ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഈ പറയുന്ന പോലെ BJP 1 മുതൽ 3 വരെ സീറ്റ് പിടിച്ചാൽ പിണറായി വിജയനും പിണറായിയുടെ മോഡയും കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അകത്ത് തന്നെ ഒരു സംശയമില്ല. അല്ല ഇനി
കേരളത്തിലെ ജനങ്ങൾ നൽകിയ വിശ്വാസം കാക്കേണ്ട ഉത്തരവാദിത്വം ബി ജെ പിക്ക് ഉണ്ട്, ഇല്ലേ? അതായത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിൽ പോലും ജനങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മുന്നിൽ പല ബി ജെ പി നേതാക്കൾക്കും ഉത്തരമില്ലായിരുന്നു. എന്തുകൊണ്ട് ഡോളർ കേസിൽ, എന്തുകൊണ്ട് സ്വർണ്ണക്കടത്ത് കേസിൽ, എന്തുകൊണ്ട് മാസപ്പടി കേസിൽ, ലൈഫ് മിഷൻ കേസിൽ, എന്തുകൊണ്ട് നിങ്ങളുടെ ലാവലിൻ കേസിൽ നിങ്ങൾ ഒത്തുതീർക്കുന്നു? അതിനുത്തരം ഇനി പറഞ്ഞേ പറ്റൂ. ജനങ്ങൾ വിശ്വാസം കൊടുത്തിരിക്കുകയാണ് ജനങ്ങൾ, അല്ലേ? തീർച്ചയായിട്ടും കിട്ടിയാലുള്ള കാര്യം ഞാൻ പറഞ്ഞ ഒരു സീറ്റെങ്കിലും ഇവിടെ കിട്ടിയാൽ പിണറായി വിജയന്റെയും വീണയുടെയൊക്കെ കാര്യം പിന്നെ കണ്ടു തന്നെ അറിയണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കെജ്രിവാൾ മുഖ്യമന്ത്രി തന്നെയാണ്. കെജ്രിവാൾ ഇപ്പോൾ നാളെ വീണ്ടും ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവുകയാണ്. പോകുന്ന വഴി ഒരു ഡയലോഗ് അടിച്ചിട്ടാണ് പോകുന്നത്, ഇത്തവണ അവർ എന്നെ കൂടുതൽ ഉപദ്രവിച്ചേക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് തന്നെ അറിയാം. അല്ലാതെ തന്നെ പറഞ്ഞിട്ടുണ്ട്, പണ്ടൊക്കെ പറയുന്ന പോലെ എന്താ പറയുക, നമുക്ക് ഈ രഹസ്യബന്ധമാവാം പക്ഷേ വേളി കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇത്. ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അലയൻസ് ആണ് കോൺഗ്രസുമായിട്ട്. പക്ഷേ ഇതൊരു സ്ഥിരമായിട്ടുള്ള ഇടപാടല്ല എന്നാണ് നേരത്തെ തന്നെ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ അറിയാം. ഇനി ഡൽഹിയിലെ കേസ്, ഡൽഹിയിൽ 7 സീറ്റാണുള്ളത്. ഇവിടെ എല്ലാം കഴിഞ്ഞ തവണ ബി ജെ പി ജയിച്ചത് ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിനാണ്. ഇത് എങ്ങനെ മറിക്കുമെന്നാണ് ഇവർ പറയുന്നത്. നമുക്കറിയാം മലപ്പുറം പോലുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ തവണ UDF ജയിച്ചതിൻ്റെ അവരുടെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 2 ലക്ഷം വോട്ടാണ്. ഇത് ഭൂരിപക്ഷം. ബി ജെ പി ഇന്ത്യയിൽ മൊത്തം 2 ലക്ഷത്തിന് മുകളിൽ ജയിച്ചിരിക്കുന്ന സീറ്റിൻ്റെ എണ്ണം ഞെട്ടിപ്പോവും, 165ആണ്. ഇത് എങ്ങനെ മറിക്കും എന്നാണ് ഇവർ പറയുന്നത്. അതും പല ഇടങ്ങളിലും 50% മുകളിലാണ് വോട്ട് ഷെയർ. അത് ആരപ്പുറത്ത് നിന്നിട്ടും കാര്യമില്ല, അത് മറിക്കാൻ പറ്റില്ല. ഒരു 30,000 വോട്ട് 50,000 വോട്ട് മറിക്കുന്ന കാര്യം തന്നെ ഇവിടെ വലിയ ടാസ്കായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും വലിയ അത് 5 ലക്ഷത്തിന് മുകളിൽ വോട്ട് ഭൂരിപക്ഷം കിട്ടിയത് 45 അടുത്തുണ്ട്. ഒന്ന് ഓർത്തു നോക്കുക. അപ്പോൾ ഈ യാഥാർത്ഥ്യം അവിടെ നിൽക്കുക ചെയ്തിട്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ ഈ നിരന്തരം ഇപ്പം വരെ കുറച്ച് മുമ്പ് വരെ ഈ കള്ളം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവർ അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ. ഇപ്പോൾ വേറൊരു രസകരമായ കാര്യം കൂടിയുണ്ട്. നമ്മുടെ ABP-C വോട്ടറിൻ്റെ ഒരു എക്സിറ്റ് പോൾ ഫലം വരുന്നു. കേരളത്തിൽ CPM ഇടതുപക്ഷത്തിന് സീറ്റില്ല, 0. ശരിക്കും എത്ര CPM വിരുദ്ധരായിട്ടുള്ള ആളുകളാണെങ്കിലും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവർ CPM ഇവിടെ വോട്ടില്ല എന്ന് അല്ലെ സീറ്റില്ല എന്ന് പറയുമ്പോൾ മരപ്പട്ടി ചിഹ്നം ഏതാണ്ട് ഉറപ്പിക്കാം. മരപ്പട്ടിക്ക് പണിയായി. എന്തായാലും അവസാനമായി ഈ വാദം പ്രതിവാദത്തിന്റെ ഇത് അവസാനിപ്പിക്കുമ്പോൾ ഉറപ്പിച്ച് പറയാം, നരേന്ദ്രമോദിയുടെ തരംഗം, നരേന്ദ്രമോദി തേരോട്ടം. ഞാൻ പറയുന്നത് ഈ 2024 മുതലുള്ള 5 വർഷക്കാലം മാത്രമല്ല, 2029 മുതൽ അടുത്ത 34 വരെയും നരേന്ദ്രമോദി തന്നെ. കാര്യം ഈ അവസ്ഥയാണെങ്കിൽ ചിലപ്പോൾ അന്ന് പ്രതിപക്ഷം പോലും കാണില്ല. രാഹുൽ ഗാന്ധി ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു ബാധ്യത കൂടി ഇനി ഈ മോദിക്ക് വരുമെന്ന് തോന്നുന്നു. ഇനി മിച്ചമുള്ള MP-മാരെ എല്ലാം കൂടെ കൂട്ടി. അല്ല, രാഹുൽ ഗാന്ധിയുടെ ഇനിയുള്ള രാഷ്ട്രീയ ഭാവി എന്താ? പട്ടായ കിടക്കുമല്ലേ, പിന്നെന്ത് റിട്ടയർമെന്റ് ആയിരിക്കും. അവിടെ ആകുമ്പോ ക്യാമറ ഒന്നും വേണ്ടല്ലോ, ക്യാമറമാന്മാരൊന്നും വേണ്ടല്ലോ. അങ്ങോട്ട് പോകുമ്പോ മോദി പോകുന്നിടത്തല്ലേ ക്യാമറ വേണ്ടത്, പട്ടായ പോകുന്നിടത്ത് ക്യാമറ ഒന്നും വേണ്ടല്ലോ. അപ്പൊ പട്ടായെ കാണാം, പുള്ളി മിക്കവാറും 4-ാം തീയതി സ്ഥലം വിടും. എന്തായാലും വളരെ ഗംഭീരമായ റിസൾട്ടുകളാണ് ദേശീയ തലത്തിൽ വരുന്നത്. പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ എല്ലാം അഭിപ്രായ സർവേകൾ പുറത്തു വരുന്നു. വലിയ തോതിൽ ഭൂരിപക്ഷത്തോടു കൂടി ആവേശത്തോടെ സംസാരിച്ചുകൊണ്ടിരുന്ന കുറെ പേരുടെ എന്താ പറയാ, ഐസ് വെള്ളം വീണ പോലെ ആയിട്ടുള്ള അവസ്ഥ. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിച്ചതാ. ഇതൊക്കെ പ്രതീക്ഷിച്ച ഇതിന്റെ അപ്പുറമായിരിക്കും 4-ാം തീയതി ഇവരുടെയൊക്കെ അവസ്ഥ. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ വലിയ റിസൾട്ട് ആയിരിക്കും വരാൻ പോകുന്നത്. ഒരു കാര്യം ചെയ്ത് പെട്ടെന്ന് നിർത്ത്, കൈരളിയിൽ ഇപ്പൊ വലിയായിട്ട് നടക്കും. ശരി.